നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം ഈ വൈകുന്നേരം സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ TBFൻ്റെ ബൈബിൾ ക്ലാസ്സിനോടുള്ള ബന്ധത്തിൽ നമുക്ക് ഇത്രയും പേർക്ക് ഒന്നിച്ച് കൂടി വരുവാൻ കർത്താവ് സഹായിച്ചല്ലോ. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് പാട്ടുപാടുവാൻ വേണ്ടി ഒരുങ്ങി വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർ, വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ഫിന്നി വി ജോൺ അവറുകൾ, മറ്റ് സ്ഥലം സഭകളിൽ നിന്നൊക്കെ കടന്നു വരുന്ന എല്ലാവരെയും സ്നേഹത്തോടെ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥിച്ച് ഗാന ശുശ്രൂഷ ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥിച്ച് ആരംഭിക്കുന്നതിന് വേണ്ടി പ്രിയ മാമൻ കുര്യൻ അങ്കിളിനെ ക്ഷണിച്ചുകൊള്ളുന്നു. മീറ്റിങ്ങിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല നേരത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വലിയവനായ ദൈവമേ, അങ്ങയുടെ വചനത്തിന് മുൻപായിരിക്കാൻ തക്കവണ്ണം ഞങ്ങളേവരെയും കൂട്ടിക്കൊണ്ടുവന്ന കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. രാവിലെ കർത്താവെ അങ്ങേ ആരാധിപ്പാൻ ഞങ്ങൾക്കിടവരുത്തി ഞങ്ങൾ തന്നിരിക്കുന്ന നല്ല സമയം ദൈവത്തിൻ്റെ വചനം കേട്ട് കൂടുതൽ പ്രത്യാശയുള്ളവരായിട്ട് ജീവിക്കുവാൻ ഇടവരുത്തണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൂട്ടിക്കൊണ്ടുവന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കാലാവസ്ഥ എത്രത്തോളം ഞങ്ങൾക്ക് അനുകൂലമാക്കി തന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഗാനങ്ങൾ ആലപിക്കുന്ന കുഞ്ഞുങ്ങളെയും കർത്താവെ ഞങ്ങൾ തിരുക്കരങ്ങളിൽ തരുന്നു. അവർ കൊടുത്തിരിക്കുന്ന ആ കൃപാവരങ്ങൾ നല്ല രീതിയിൽ അത് തുടരുവാൻ തക്കവണ്ണം കർത്താവ് കാണിക്കുന്ന കരുണയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരും വന്നതുപോലെയല്ല, വളരെയധികം സന്തോഷത്തോടെയും സമാധാനത്തോടെയും മടങ്ങിപ്പോകുവാൻ ഇടവരുത്തണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ഹാളിന് ചുറ്റിലും ദൈവത്തിൻ്റെ കാവലും പരിപാലനവും ആക്കി വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്ന നന്ദിയോടെ സ്തോത്രം. എല്ലാം കർത്താവായ യേശു ക്രിസ്തുവിൽ അപേക്ഷിക്കുന്നു. സ്വർഗീയ പിതാവേ, ആമേൻ. അനേക നാളുകളായി നമ്മുടെ കർത്താവിൽ നമ്മുടെ ആശ്രയം വെച്ചുകൊണ്ട് ഈ പ്രതികൂലമായ മരുയാത്ര തുടരുവാൻ നമ്മെ സഹായിക്കുന്ന അനേക ഘടകങ്ങളുണ്ട്. അതിലൊരു ഘടകമെന്നുള്ളത് ഈ കർത്താവ് നമുക്ക് വേണ്ടി പ്രതികൂലത്തിൻ്റെ നടുവിലും പുതുവഴികൾ തുറക്കുന്നവരാണ്. ഇനി എങ്ങനെ മുമ്പോട്ട് പോകും എന്നുള്ള ആ ആശയക്കുഴപ്പത്തിൽ ഇനിയൊരു വാതിലൊന്നും തുറക്കപ്പെടാനില്ലല്ലോ എന്നുള്ള ചിന്തയിൽ നാം ആയിരിക്കുമ്പോൾ അത്ഭുതവാനായ കർത്താവ് നമുക്ക് വേണ്ടി തൻ്റേതായ വഴികളിലൂടെ പുതുമാർഗങ്ങൾ തുറന്ന് നമ്മെ നയിക്കുകയും നടത്തുകയും ചെയ്യുന്നത് നമ്മുടെ എല്ലാവരുടെയും അനുഭവമാണല്ലോ. ഈ ഒരു ആശയം വരുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട പ്രസിദ്ധമായ ഇംഗ്ലീഷ് ഗാനം നമുക്ക് ആദ്യം പാടിക്കേൾക്കാം. പുല്ലാന്നുള്ള സഭയിലെ പ്രിയ കുഞ്ഞുങ്ങൾ നഥാന്യ രൂപത്ത് ഇപ്പോൾ നമുക്ക് വേണ്ടി ആ ഗാനം ആലപിക്കുന്നു. ഗോഡ് വിൽ മേക്ക് എ വേ. He works in ways we cannot see. He
അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനമാണല്ലോ നാം കേട്ടത്. ദൈവം നമുക്ക് വേണ്ടി തുറക്കുന്ന വഴികൾ അത്ഭുതമാണ്, അതിശയമാണ്. അത് നമ്മുടെ ആരുടെയും ചിന്തകൾക്ക് ഒതുങ്ങുന്നതല്ല എന്നുള്ള ആശയമുള്ള ഗാനമാണ് നാം കേട്ടത്. പ്രിയ കുഞ്ഞുങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ ജീവിതയാത്രയിൽ ചൂടേറുന്ന അനുഭവങ്ങൾ ധാരാളം നമുക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. ക്രിസ്തീയ ജീവിതം പൂമെത്തിയുടെ അനുഭവമല്ല. പ്രതികൂലങ്ങളും പ്രയാസങ്ങളും നിറഞ്ഞതാണ്, കണ്ണുനീരും കയ്പും നിറഞ്ഞതാണ്. എന്നാൽ ഒരു വാസ്തവമായിട്ടുള്ള ക്രിസ്തു ഭക്തന് ഏത് പശ്ചാത്തലത്തിലും ഉറച്ചു നിന്നുകൊണ്ട് പറയാൻ സാധിക്കും, കർത്താവേ നീ എൻ സ്വന്തം, നീ എൻ പക്ഷം. ഈ ആശയം വരുന്ന ഒരു ഗാനം കൂടെ നമുക്ക് പാടിക്കേൾക്കാം. പുല്ലാന്നുള്ള സഭയിലെ സിസ്റ്റർ ജുലിൻ നമുക്ക് വേണ്ടി ആ ഗാനം ഇപ്പോൾ ആലപിക്കുന്നതാണ്.
നാം പാടിക്കേട്ടതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് സന്ദർഭങ്ങളിലും ഈ കർത്താവ് നമ്മുടെ ആനന്ദ വിഷയമാകട്ടെ. അവനിൽ നമുക്ക് ആശ്രയിക്കാം. തുടർന്ന് ഒരു ഗാനം കൂടെ നമുക്ക് പാടിക്കേൾക്കാം. ഈ നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ അനേക ആയിരം കാരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഭക്തൻ ഇങ്ങനെ പാടുന്നു: കർത്താവേ, അങ്ങേ ഞാൻ അനുഗമിക്കുവാനുള്ള കാരണം അങ്ങ് ധാരാളം നന്മകൾ എനിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അങ്ങയുടെ സ്നേഹം ഒരു വലിയ നന്മയാണ്. കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത നന്മകൾ ഇന്ന് പ്രഭാതത്തിൽ വിവിധ സ്ഥാനങ്ങളിൽ കൂടി നമ്മൾ ഓർത്തതാണ്. ഏറ്റവും വലിയ നന്മ പാപിയായ നമ്മെ നിത്യമായ അഗ്നികുണ്ഡത്തിൽ നിന്നും രക്ഷിച്ചു എന്നുള്ളതാണ്. അതിനേക്കാൾ വലിയൊരു നന്മ ഈ ക്രിസ്തുവിൽ നിന്ന് നമുക്കൊരിക്കലും പ്രാപിക്കാൻ കഴിയില്ല. അത് നമുക്ക് ലഭ്യമായി തീർന്നത് കർത്താവിൻ്റെ നമ്മോടുള്ള നിസ്സീമമായ സ്നേഹത്തിൻ്റെ ഭാഗമായിട്ടാണ്. ആ ദൈവസ്നേഹത്തെ വർണ്ണിക്കുന്ന കർത്താവിൻ്റെ ദാനത്തെ സ്മരിക്കുവാൻ നമ്മെ സഹായിക്കുന്ന ഒരു ഗാനം കൂടെ നമുക്ക് പാടിക്കേൾക്കാം. പുല്ലാന്നുള്ള സഭയിലെ പ്രിയ സഹോദരൻ എബി നമുക്ക് വേണ്ടി ഇപ്പോൾ ആലപിക്കുന്നതാണ്. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ നീക്കു ചെയ്ത നന്മകളോർത്തിടുമ്പോൾ, യേശുവേ നീക്കു ചെയ്ത നന്മകളോർത്തിടുമ്പോൾ, നന്ദി കൊണ്ടെൻ മനം പാടിയിടുമേ സ്തോത്രഗാനത്തിൻ പല്ലവികൾ. നന്ദി കൊണ്ടെൻ മനം പാടിയിടുമേ സ്തോത്രഗാനത്തിൻ പല്ലവികൾ. നിന്ദാനം എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. ദൈവമേ നിന്റെ സ്നേഹം
യേശുവേ എൻ ദൈവമേ നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ എൻ ദൈവമേ നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ നീ എന്നും മതിയായവൻ. അനുഗ്രഹിക്കപ്പെട്ട വളരെ അർത്ഥങ്ങൾ അടങ്ങിയിരിക്കുന്ന 3 ഗാനങ്ങൾ നമുക്ക് പാടിക്കേൾക്കാനും ദൈവം സഹായിച്ചു. പാട്ടുപാടിയ പ്രിയപ്പെട്ടവരെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇനിയും കർത്താവിന് വേണ്ടി പാടുവാൻ പ്രിയപ്പെട്ടവരെ ബലപ്പെടുത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ആശംസിക്കാം. നാം ഒടുവിൽ കേട്ടതുപോലെ ഈ കർത്താവിൻ്റെ സ്നേഹത്തെ നാം അംഗീകരിക്കുകയും പരിഗണിക്കുകയും ചെയ്തതുകൊണ്ടാണ് നമ്മുടെ ജീവിതം ധന്യമായി തീർന്നത്. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർ അന്യരാണ്, അവരൊരിക്കലും ധന്യരല്ല എന്നുള്ള വലിയ സത്യം നാം പാട്ടിലൂടെ ഓർത്തു. ഈ കർത്താവിൻ്റെ സ്നേഹത്തെ നമുക്ക് പിന്നെയും രുചിച്ചറിയുവാൻ ഇടയായിത്തീരട്ടെ. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയുടെ ആയിരിക്കാം. തുടർന്നുള്ള സമയം കർത്താവിൻ്റെ വചനം നാം കേൾക്കാൻ പോകുകയാണ്. നമ്മുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം ആത്മീകമായ പാതയിൽ നമ്മെ നടത്തുന്ന, ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന, ശരിയായ ദിശാബോധം നൽകുന്ന ദൈവവചന കേൾവിയുടെ മുമ്പാകെ നാം അല്പസമയമായിരിക്കാൻ പോവുകയാണ്. വളരെ പ്രാർത്ഥനയോടും ശ്രദ്ധയോടും കൂടി ആയിരിക്കാം. നേരത്തെ ഓർപ്പിച്ചതുപോലെ വചനം ശുശ്രൂഷിക്കുന്നത് കുന്നൂഴി സഭയിലെ സുവിശേഷകനായിരിക്കുന്ന ഫിന്നി വിൻ ജോൺ അവറുകളാണ്. പ്രാർത്ഥനയോടുകൂടെ ദൈവദാസനെ വചന ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സന്ധ്യാസമയത്ത് നമുക്ക് ഇപ്രകാരം ഇങ്ങനെ ഒരുമിച്ച് കൂടി വരുവാൻ, ഗാനങ്ങൾ ആലപിച്ച് ദൈവത്തെ സ്തുതിക്കുവാൻ, അനുഗ്രഹീതമായ ദൈവവചനം ശ്രവിക്കുവാൻ തക്കവണ്ണം ഒരു അവസരം കൂടി തന്നിരിക്കുകയാണ്. അതോർത്ത് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഇനിയുള്ള അല്പസമയം നമുക്ക് ദൈവവചനത്തിന് മുമ്പാകെ ആയിരിക്കാനുള്ള സമയമാണ്. വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവവചനം ശ്രവിക്കാം. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് ഒരു വേദഭാഗം വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 14 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. എഫേഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സസ് 13 to 21. ആർക്കെങ്കിലും ഒരാൾക്ക് അത് വായിക്കാവുന്നതാണ്. മതി. നമുക്ക് ഇവിടെ വായിക്കുവാനായിട്ട് സാധിക്കുന്നത് അപ്പോസ്തലനായ പൗലോസിൻ്റെ ഒരു അനുഗ്രഹീതമായ പ്രാർത്ഥനയാണ്. വേദപണ്ഡിതന്മാർ പറയുന്നത് ബൈബിളിൽ നമുക്ക് അനേക പ്രാർത്ഥനകൾ കാണാനായിട്ട് സാധിക്കും. എന്നാൽ ആ പ്രാർത്ഥനകളിൽ വെച്ച് ഏറ്റവും ഗംഭീരമായ പ്രാർത്ഥന
ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന ഏതാണ് എന്ന് ചോദിച്ചാൽ നിസ്സംശയം നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു പ്രാർത്ഥന എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 15 മുതൽ 19 വരെ കാണുന്ന ഈ പ്രാർത്ഥനയാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഗംഭീരമായിരിക്കുന്ന പ്രാർത്ഥനയെന്ന് വേദപണ്ഡിതന്മാർക്ക് ഇടയിൽ അഭിപ്രായമുണ്ട്. അനേക പ്രാർത്ഥനകൾ നമുക്ക് തിരുവചനത്തിൽ കാണാനായിട്ട് സാധിക്കുന്നു. അതെല്ലാം അതിൻ്റെ ആ സന്ദർഭവും ആ സാഹചര്യവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ഉന്നതങ്ങളായ പ്രാർത്ഥനകളാണ്, ശ്രേഷ്ഠമായ പ്രാർത്ഥനകളാണ്. എന്നാൽ അതിനൊരു റാങ്കിങ് കൊടുക്കുവാനായിട്ട് നാം തയ്യാറാകുകയാണെങ്കിൽ ഈ ഒരു പ്രാർത്ഥന, പൗലോസിൻ്റെ ഈ ഒരു പ്രാർത്ഥന, അത് ഒന്നാമത്തെ പ്രാർത്ഥനയായിട്ട് അത് ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥനയാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും. നമുക്കറിയാം, ഈ ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്. റോമിലെ കാരാഗ്രഹത്തിൽ അപ്പോസ്തലനായ പൗലോസ് കിടക്കുകയാണ്. AD 62 അടുപ്പിച്ച ആ കാലഘട്ടത്തിലാണ് അപ്പോസ്തലൻ ഈ ലേഖനം എഴുതിയത് എന്നാണ് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ ഇത് ഒരു കാരാഗ്രഹ ലേഖനമാണ്. നമുക്കറിയാം, മറ്റ് ലേഖനങ്ങളും അപ്പോസ്തലനായ പൗലോസ് ഈ കാലഘട്ടത്തിൽ എഴുതി. എഫേസ്യ ലേഖനം, ഫിലിപ്പി ലേഖനം, കൊലോസി ലേഖനം, ഫിലേമോൻ്റെ ലേഖനം എന്നീ ലേഖനങ്ങളൊക്കെ കാരാഗ്രഹ ലേഖനങ്ങളാണ്. അപ്പോൾ ന്യായമായും നമുക്ക് ഒരു കാര്യം ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്, അപ്പോസ്തലനായ പൗലോസ് വളരെയധികം കഷ്ടതയിലൂടെ, പ്രതിസന്ധിയിലൂടെ, അല്ലെങ്കിൽ സ്വാതന്ത്ര്യമില്ലാത്ത ഒരു അവസ്ഥയിലൂടെ താൻ കടന്നു പോവുകയാണ്. തീർച്ചയായിട്ടും തൻ്റെ പ്രാർത്ഥനകളിൽ ശാരീരികമായിട്ടുള്ള ആവശ്യങ്ങൾ ദൈവത്തോട് തനിക്ക് ഉന്നയിക്കാം. ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങൾ അപ്പോസ്തലനായ പൗലോസിന് ഉന്നയിക്കാനൊക്കെ ആയിട്ട് സാധിക്കും. പക്ഷേ ഈ പ്രാർത്ഥന നാം ഒന്ന് പഠിച്ചാൽ, കാരാഗ്രഹത്തിൽ കിടക്കുന്ന അപ്പോസ്തലനായ പൗലോസ് ഒരിക്കൽ പോലും ഇതിൽ ഒരു വാചകത്തിലും ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള തൻ്റെ ആവശ്യങ്ങൾ, ഒരുപക്ഷെ തനിക്ക് സ്വാതന്ത്ര്യം ലഭിക്കണമെന്നും എത്രയും വേഗം പുറത്തു വരണം എന്നൊക്കെയുള്ള അപേക്ഷകൾ, യാചനകളൊന്നും നമുക്ക് ഈ പ്രാർത്ഥനയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അപ്പോസ്തലനായ പൗലോസ് തൻ്റെ പ്രാർത്ഥനകളിലെല്ലാം ആത്മീക കാര്യങ്ങൾക്കാണ് മുൻതൂക്കം അല്ലെങ്കിൽ പ്രാധാന്യം കൊടുത്തിരുന്നത്. തീർച്ചയായിട്ടും ഞാനിത് പറയുമ്പോൾ ഒരിക്കലും ഭൗതിക കാര്യങ്ങൾ നമ്മൾ ആവശ്യപ്പെടരുത്, പ്രാർത്ഥിക്കേണ്ട എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷേ അതിനേക്കാളെല്ലാം പ്രാധാന്യം, അമിതമായ പ്രാധാന്യം ബൈബിൾ നൽകിയിരിക്കുന്നത് നാമും നൽകേണ്ടത് ആത്മീയ വിഷയങ്ങൾക്കായിരിക്കണം എന്നത് അപ്പോസ്തലനായ പൗലോസിൻ്റെ ഈ ഒരു പ്രാർത്ഥന മാത്രമല്ല, മറ്റ് പ്രാർത്ഥനകളെല്ലാം നാം പരിശോധിച്ചാൽ ആത്മീയ വിഷയങ്ങൾക്കാണ് നാം പ്രാധാന്യം നൽകേണ്ടത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെയും ആത്മീയമായ ചില ആവശ്യങ്ങളാണ് അപ്പോസ്തലൻ മുന്നോട്ട് വയ്ക്കുന്നത്. എഫേസോസിലെ വിശ്വാസികളെ സംബന്ധിച്ച് താൻ ചില കാര്യങ്ങൾ ആഗ്രഹിക്കുകയാണ്, ആത്മീയമായ ചില കാര്യങ്ങൾ ആഗ്രഹിക്കുകയാണ്. അത് താൻ ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് എഫേസോസ് സഭയിലെ വിശ്വാസികളെ സംബന്ധിച്ച് മാത്രമല്ല, ഇത് എല്ലാ കാലഘട്ടത്തിലുമുള്ള എല്ലാ വിശ്വാസികൾക്കും ബാധകമായിരിക്കുന്ന കാര്യമാണ്. ദൈവം ഇത് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യമാണ്. പ്രധാനമായിട്ടും 5 ആവശ്യങ്ങളാണ് പൗലോസ് അപ്പോസ്തലൻ ഈ പ്രാർത്ഥനയിൽ ദൈവത്തോട് അപേക്ഷിക്കുന്നത്, യാചിക്കുന്നത്. 5 ആത്മീയ ആവശ്യങ്ങൾ. ആ 5 കാര്യങ്ങൾ ലഭിച്ചിരിക്കുന്ന സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് വളരെ വേഗത്തിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ആദ്യമായിട്ട് നാം ഇങ്ങനെയാണ് വായിച്ചത്. അതിൻ്റെ 14-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിച്ചത്: അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അപ്പോൾ പൗലോസ് ഇവിടെ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുകയാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം ഓർത്ത് അപ്പോസ്തലനായ പൗലോസ് മുട്ടുകുത്തുകയാണ്. എന്താണ് ആ കാര്യം? അതു നിമിത്തം എന്ന് പറഞ്ഞുകൊണ്ടാണ് പൗലോസ് തുടങ്ങുന്നത്. അതിൻ്റെ ആ കാര്യം എന്താണെന്ന് അറിയണമെങ്കിൽ അതിൻ്റെ ഈ അധ്യായത്തിന് തന്നെ 4ഉം 5ഉം വാക്യങ്ങൾ, 5ഉം 6ഉം വാക്യങ്ങൾ വായിച്ചാൽ ഏത് കാര്യത്തിനു വേണ്ടിയാണ് അപ്പോസ്തലൻ മുട്ടുകുത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 5ാം വാക്യം നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: ആ മർമ്മം ഇപ്പോൾ അവൻ്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിയായി വന്നിരുന്നില്ല. അതോ
ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളും ആകണം എന്നുള്ളത് തന്നെ. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് ഏത് കാര്യത്തിനു വേണ്ടിയാണ് അപ്പോസ്തലൻ മുട്ടുകുത്തുന്നത്. അത് നിമിത്തമെന്ന് പറയുമ്പോൾ അത് ഏത് നിമിത്തമാണ്? ഇവിടെ ഒരു വലിയ മർമ്മത്തെക്കുറിച്ച് പറയുകയാണ്. പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് മറഞ്ഞിരുന്ന ഒരു മർമ്മം ഇപ്പോൾ വെളിപ്പെട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും വെളിപ്പെട്ട് വന്നിരിക്കുകയാണ്. എന്താണ് മർമ്മം? സഭ എന്ന മർമ്മം. സഭ എന്ന മർമ്മം. അവിടെ 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളുമായി തീർന്ന ആ ഒരു അനുഗ്രഹിക്കപ്പെട്ട കാര്യം, ജാതികളും യഹൂദന്മാരും ഒന്നായി തീർന്ന ആ അനുഗ്രഹിക്കപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ പൗലോസ് പറഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നത്, അല്ലെങ്കിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മെ എല്ലാവരും ദൈവം തൻ്റെ സഭയിൽ, തൻ്റെ ശരീരമാകുന്ന സഭയിൽ ആക്കി വച്ചിരിക്കുകയാണ്. നാം ഒരു കാലത്ത് ജാതികളായിരുന്നു. ക്രിസ്തുയേശുവിൽ നമുക്ക് യഹൂദന്മാരോട് യാതൊരു സംബന്ധവുമില്ലായിരുന്നു. നാം ഈ ലോകത്തിൽ ദൈവത്തെ കൂടാതെ കഴിഞ്ഞവരായിരുന്നു. എന്നാൽ ഇപ്പോൾ നാം ആരായി തീർന്നിരിക്കുകയാണ്? നാം കൂട്ടവകാശികളാണ്, ഏക ശരീരസ്ഥരാണ്, നാം വാഗ്ദത്തങ്ങളിൽ പങ്കാളികളാണ്. അപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു അവസ്ഥയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. നാമും ഈ ഒരു കാര്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിനുശേഷം പൗലോസ് തൻ്റെ ആവശ്യങ്ങളിലേക്ക്, ആത്മീക ആവശ്യങ്ങളിലേക്ക് കടക്കുകയാണ്. ഇവിടെ പൗലോസ് പറയുന്നത് എന്താണ്? ഒന്നാമത്തെ ആവശ്യം എന്ന് പറയുന്നത് അതിൻ്റെ 16-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്താണ് പൗലോസ് പറയുന്നത്? അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. അപ്പോൾ പൗലോസ് പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ്, തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം. അപ്പോൾ പൗലോസിന് ഒരു കാര്യം ഉറപ്പാണ്, ദൈവം നമ്മളെ അനുഗ്രഹിക്കുമ്പോൾ എങ്ങനെയാണ് അനുഗ്രഹിക്കുന്നത്? മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം. നമുക്കറിയാം, ചില ധനികരായിട്ടുള്ള ആളുകൾ, വളരെ അധികം പണമുള്ള ആളുകൾ ഒരുപക്ഷെ ചെറിയ സംഭാവനകളൊക്കെ കൊടുക്കുന്നത് നമുക്ക് പത്രങ്ങളിലൊക്കെ വായിക്കാനായിട്ട് സാധിക്കും. ചെറിയ ചെറിയ സംഭാവനകൾ കൊടുക്കും. എന്നാൽ ചില പ്രകൃതി ദുരന്തങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു രാജ്യത്തെയോ ഒരു സംസ്ഥാനത്തെയോ ഒക്കെ ബാധിക്കുന്ന വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ അവർ ഭീമമായ ഒരു തുക അവർ ആ രാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ആ പ്രശ്നം അനുഭവിക്കുന്ന ജനതയ്ക്ക് വേണ്ടി കൊടുക്കാറുണ്ട്. പലപ്പോഴും വലിയ ബിസിനസ്സുകാരും അതുപോലുള്ള വലിയ സെലിബ്രിറ്റീസുമൊക്കെ ഭീമമായ തുക കൊടുക്കുന്നത് നമുക്ക് പത്രങ്ങളിലൊക്കെ വായിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ നാം എന്താ പറയുന്നത്? ആ ധനികനായ വ്യക്തി തൻ്റെ സ്റ്റാറ്റസിനനുസരിച്ച്, തൻ്റെ മഹത്വത്തിനനുസരിച്ച് ഒരു തുക അവിടെ സംഭാവന കൊടുത്തിരിക്കുകയാണ്. ധനത്തിൽ നിന്നല്ല, വ്യത്യാസം മനസ്സിലാക്കണം. പിന്നെയോ ധനത്തിന് ഒത്തവണ്ണം. അപ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ്. ഇത് പൗലോസിന് വളരെ ഇഷ്ടമുള്ള ഒരു പദപ്രയോഗമാണ്, മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം. വേറെ പല ഭാഗങ്ങളിലും പൗലോസ് ഈ പദപ്രയോഗം ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ തൻ്റെ പ്രാർത്ഥന തുടങ്ങുന്ന അങ്ങനെയാണ്, ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം ഇതൊക്കെ നിറവേറ്റി തരും എന്ന പൂർണ്ണ ബോധ്യം തനിക്കുണ്ട്. ദൈവം തൻ്റെ സ്റ്റാറ്റസിനനുസരിച്ചാണ് ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത്, നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ചല്ല. നമ്മൾ ആരാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല, ദൈവം ആരാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, 20-ാം വാക്യം നാം വായിച്ചല്ലോ, എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. നാം ചോദിക്കുന്നതിലുപരിയായിട്ട്, നാം ആഗ്രഹിക്കുന്നതിലുപരിയായിട്ട് നമ്മളെ അനുഗ്രഹിക്കുന്ന, തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അത് വളരെ വ്യക്തമായിട്ട് പൗലോസ് ഇവിടെയും ആവർത്തിക്കുകയാണ്. ഇനി അതിൻ്റെ ഒന്നാമത്തെ ആവശ്യം, പൗലോസിൻ്റെ ഒന്നാമത്തെ ആവശ്യം, എഫേസോസിലെ വിശ്വാസികളെ സംബന്ധിച്ച് ഒന്നാമത്തെ ആവശ്യം 16-ാം വാക്യത്തിൽ നാം വായിച്ചു കേട്ടു. എന്താണത്? അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. എന്താണ് ഈ അകത്തെ മനുഷ്യൻ എന്ന് പറയുന്നത്? പലപ്പോഴും നമ്മളിതൊക്കെ അങ്ങ് വായിച്ച് വളരെ ലാഘവത്തോടെ അങ്ങ് വായിച്ച് വിടുകയാണ്. പലപ്പോഴും അർത്ഥം ചിന്തിക്കാതെ വായിച്ചു പോകുന്ന ഒരു പതിവാണ് നമുക്കുള്ളത്. അകത്തെ മനുഷ്യൻ എന്ന് പറയുന്ന പദം പല ഭാഗങ്ങളിൽ ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഗൂഢമനുഷ്യൻ, അകത്തെ മനുഷ്യൻ
എന്ന് മാത്രമല്ല പഴയ മനുഷ്യൻ, പുതിയ മനുഷ്യൻ, അങ്ങനെയൊക്കെയുള്ള പദപ്രയോഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് ഈ അകത്തെ മനുഷ്യൻ എന്ന് പറയുന്നത്? ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഉത്തരം പറയാം. ഇത് ചെറിയ ഒരു ഗ്യാതറിംഗ് ആണല്ലോ, അപ്പോൾ കുറച്ചുകൂടി ഇൻട്രാക്റ്റീവായിട്ട് പോകുന്നതാണ് നല്ലത്. എന്താണ് ഈ അകത്തെ മനുഷ്യൻ? ആത്മീയ മനുഷ്യൻ, എങ്ങനെയാണ് പറഞ്ഞത്? ഓക്കെ, അപ്പോൾ ആത്മീയ മനുഷ്യൻ എന്നൊരു ഉത്തരം കിട്ടി. കുറച്ചുകൂടെ വ്യക്തമായ ഉത്തരം എന്തെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും പറയാമോ? മനുഷ്യനെന്ന് പറയുന്നത് നമുക്കറിയാം 3 ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു ജീവിയാണ് അല്ലേ? 3 ഘടകങ്ങളുണ്ട് മനുഷ്യൻ. ആ കാര്യം അറിയാമോ അതോ ഇപ്പോഴാണോ ആദ്യമായിട്ട് കേൾക്കുന്നത്? 3 ഘടകങ്ങളുണ്ട് മനുഷ്യൻ. ഏതൊക്കെയാണ്? ദേഹം, ദേഹി, ആത്മാവ്. അപ്പോൾ ഈ 3 ഘടകങ്ങൾ ഒരുമിച്ച് വരുമ്പോഴാണ് ഒരു മനുഷ്യൻ എന്ന് നമുക്ക് വിളിക്കുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ദേഹം എന്ന് പറയുന്നത് നമുക്കറിയാം, നമുക്കെല്ലാവർക്കും കാണാൻ സാധിക്കുന്ന, തൊട്ടു നോക്കുവാൻ സാധിക്കുന്ന, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് 5 സെൻസസ് കൊണ്ട് തിരിച്ചറിയുവാൻ സാധിക്കുന്ന, കാണാൻ സാധിക്കുന്ന കാര്യമാണ് ദേഹം എന്ന് പറയുന്നത്. എന്നാൽ ദേഹിയും ആത്മാവും അത് കാണാനായിട്ട് സാധിക്കില്ല. ഒരു മനുഷ്യനും അത് കാണാനായിട്ട് സാധിക്കില്ല. എന്നാൽ ദേഹിയും ആത്മാവും നമ്മുടെ ഉള്ളിൽ ഉണ്ട് എന്നതിന് വ്യക്തമായ തെളിവുകൾ ബൈബിളിലുണ്ട്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ ദേഹം ഇവിടെ തന്നെ ആയിരിക്കും, പക്ഷേ ദേഹിയും ആത്മാവും അത് സ്വർഗത്തിലേക്കോ അല്ലെങ്കിൽ അത് നരകത്തിലേക്കോ പോകുവാനായിട്ട് ഇടയായിത്തീരും. അപ്പോൾ മനുഷ്യൻ്റെ ഉള്ളിൽ അദൃശ്യനായിരിക്കുന്ന 2 ഘടകങ്ങൾ, അദൃശ്യമായിരിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ആത്മാവും ദേഹിയും. ഈ 2 ഘടകങ്ങളെയാണ് ഒരുമിച്ച് ചേർത്താണ് പൗലോസ് അകത്തെ മനുഷ്യൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ പൗലോസ് പറയുകയാണ്, നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിയായിട്ട് ബലപ്പെടണം. പലപ്പോഴും നമ്മൾ പുറമേ ഉള്ള മനുഷ്യനെ ബലപ്പെടുത്തുവാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നല്ല കാര്യമാണ്. എങ്കിലും അതിനെക്കുറിച്ച് മറ്റൊരു ഭാഗത്ത് പറയുന്നത് അത് അല്പപ്രയോജനമുള്ളത് എന്നാണ്. ശരീരാഭ്യാസം അല്പപ്രയോജനമുള്ളത്. എന്നാൽ അതിനേക്കാൾ പ്രാധാന്യം ആയിരിക്കുന്ന കാര്യം എന്താണ്? അകത്തെ മനുഷ്യനെ, ഈ ദേഹിയെയും ആത്മാവിനെയും ശക്തിപ്പെടുത്തുക എന്നതാണ്, ബലപ്പെടുത്തുക എന്നതാണ്. അത് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന, പൗലോസും ഇവിടെ എഫേസോസ് സഭയെക്കുറിച്ചും ആഗ്രഹിക്കുന്നത്. ഇനി എന്താണ് ഈ ദേഹി എന്ന് പറയുന്നത്? ദേഹി എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ സോൾ എന്ന് പറയുന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ എന്തിനാണ് ദേഹി നമുക്ക് തന്നിരിക്കുന്നത്? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ദേഹിക്കകത്ത് എന്താണ് അടങ്ങിയിരിക്കുന്നത്? 3 കാര്യങ്ങളാണ് ദേഹിയിലുള്ളത്. കറക്റ്റ്. നമ്മുടെ ഇമോഷൻ, ഇൻ്റലക്റ്റ് ആൻഡ് വിൽ പവർ. നമ്മുടെ വിചാരങ്ങൾ, വികാരങ്ങൾ, ഇച്ഛാശക്തി, ഇതിൻ്റെ ഒരു ആകത്തുകയാണ് ദേഹി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ഒരു മനുഷ്യന് ഐഡൻറ്റിറ്റി നൽകുന്നത്, വ്യക്തിത്വം നൽകുന്നത്, നമ്മുടെ ഉള്ളിലെ ഈ ആളത്വം അല്ലെങ്കിൽ ദേഹി എന്ന് പറയുന്ന കാര്യം. അപ്പോൾ ഈ ദേഹി നമ്മൾ ബലപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിചാരങ്ങളും വികാരങ്ങളും ഇച്ഛാശക്തിയുമൊക്കെ ദൈവത്തിന് പ്രസാദകരമായിരിക്കണം, ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് മാത്രം ആയിരിക്കണം ഈ 3 കാര്യങ്ങൾ എന്നുള്ളതാണ് ശക്തിപ്പെടുത്തുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല ആത്മാവ് എന്തിനാണ് തന്നിരിക്കുന്നത്? ആത്മാവിനെ എന്തിനാണ് തന്നിരിക്കുന്നത്? വളരെ കൃത്യമായിട്ട് അങ്കിളത് പറഞ്ഞു. മറ്റ് സ്ഥലങ്ങളൊന്നും ഉത്തരം വരുന്നില്ല. നമ്മൾ വളരെ വ്യക്തമായി പഠിക്കേണ്ട ഒരു കാര്യമാണ്. മനുഷ്യൻ എന്താണ് എന്ന് നമ്മളെ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയില്ല, നമ്മൾ ശ്രമിച്ചിട്ടില്ല. അപ്പോൾ ആത്മാവെന്ന് പറയുന്നത് ദൈവവുമായിട്ട് ബന്ധപ്പെടുവാൻ വേണ്ടി നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്ന ഒരു ഘടകമാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരണങ്ങളിലേക്കൊക്കെ പോയാൽ ഒരു പക്ഷേ നമുക്ക് അല്പം കൺഫ്യൂഷനിലേക്ക് വരും. അതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അപ്പോൾ ആത്മാവ് ദൈവവുമായിട്ട് ബന്ധപ്പെടുവാനും ഈ ദേഹി എന്ന് പറയുന്നത് അല്ലെങ്കിൽ വിചാരങ്ങൾ, വികാരങ്ങൾ, ഇച്ഛാശക്തിയും ഒക്കെ നമുക്ക് തന്നിരിക്കുന്നത് നമുക്ക് ലോകവുമായി ബന്ധപ്പെടുവാൻ തന്നിരിക്കുന്ന കാര്യമാണ്. അതിനാണ് ഇതിൻ്റെ ഒരു ആകത്തുകയാണ് അകത്തെ മനുഷ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ
ഇത് ബലപ്പെടുത്തണമെങ്കിൽ എങ്ങനെയാണ് സാധിക്കുന്നത്? അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടുത്തണം. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവാണ് ഈ അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുത്തുന്നത്. അതായത് നമ്മുടെ വിചാരങ്ങളും വികാരങ്ങളും ഇച്ഛാശക്തിയുമൊക്കെ ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് മാറണമെങ്കിൽ, നമ്മുടെ ആത്മാവ് ദൈവത്തെ അന്വേഷിക്കണമെങ്കിൽ അത് ഒരു വ്യക്തിയെ കൊണ്ടേ സാധിക്കുകയുള്ളൂ. ആർക്കാണത് സാധിക്കുന്നത്? നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതാണ് പൗലോസിൻ്റെ വലിയ ആഗ്രഹം എന്ന് പറയുന്നത്. എഫേസോസ് സഭയിലെ വിശ്വാസികൾക്കെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ അധിവാസമുണ്ട്, അവരുടെ ഉള്ളിലെല്ലാം പരിശുദ്ധാത്മാവുണ്ട്. എങ്കിലും ചില കാര്യങ്ങളിൽ അവർ കുറവുള്ളവരാണ്, ഞാൻ പിന്നാലെ പറയാം. അപ്പോൾ അവരുടെ ഉള്ളിലെ പരിശുദ്ധാത്മാവ് അവരുടെ അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുത്തണം. എന്നാൽ വേറൊരു കാര്യം അതേസമയം നാം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുത്തുന്നത് ആത്യന്തികമായിട്ട് പരിശുദ്ധാത്മാവാണ് ആണ്. എങ്കിലും നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. എന്താണത്? പരിശുദ്ധാത്മാവിന് നാം നമ്മുടെ പരിശുദ്ധാത്മാവിന് ചെവി കൊടുക്കണം. പരിശുദ്ധാത്മാവ് എന്താണ് പറയുന്നതെന്ന് കേൾക്കണം. പരിശുദ്ധാത്മാവിൻ്റെ സന്നിധിയിൽ സമയം ചെലവഴിക്കണം. ദൈവവചനത്തിന് മുമ്പാകെ നാം സമയം ചെലവഴിക്കണം. അവൻ്റെ ഹിതപ്രകാരം ചില കാര്യങ്ങൾ അവൻ പറയുമ്പോൾ നാം അനുസരിക്കണം. അങ്ങനെ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നാം നിറവേറ്റുമ്പോൾ തീർച്ചയായിട്ടും നാം അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ബലപ്പെടും. വളരെ ലളിതമായിരിക്കുന്ന കാര്യങ്ങളാണ്, പക്ഷേ പലപ്പോഴും നാം ചെയ്യുവാൻ മടിക്കുന്ന അല്ലെങ്കിൽ അവഗണിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ പൗലോസ് പറയുന്നു, നാം അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിപ്പെടണം. ഇത് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമായിരിക്കണം. നമ്മുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോയാലും അകമേയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കണം. അതാണ് പൗലോസ് മറ്റൊരു ഭാഗത്ത് പറയുന്നത്. ഇതായിരിക്കണം നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ആഗ്രഹം, പൗലോസിൻ്റെ പ്രാർത്ഥനയിലെ ഒന്നാമത്തെ അപേക്ഷ എന്ന് പറയുന്നത് അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടുക എന്നതാണ്. ഇനി രണ്ടാമത്തെ ആവശ്യം എന്ന് പറയുന്നത് എന്താണ്? അതിലെ 17-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് രണ്ടാമത്തെ ആവശ്യം? ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണം എന്നും. രണ്ടാമത്തെ ആവശ്യം, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണം എന്നും. നമുക്കറിയാം, എഫേസോസ് സഭയിലെ വിശ്വാസികൾ എല്ലാവരുടെയും ഉള്ളിലും ക്രിസ്തു വസിക്കുന്നുണ്ട്. അവരുടെ ഹൃദയങ്ങളിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർട്ട്, അതായത് ആ ഓർഗൻ അല്ല ഉദ്ദേശിക്കുന്നത്. ഹൃദയങ്ങൾ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അകത്തെ മനുഷ്യനിൽ ആര് വസിക്കുന്നു? ക്രിസ്തു വസിക്കുന്നു. അപ്പോൾ ഹൃദയങ്ങളിൽ ക്രിസ്തു വസിക്കണം എന്നും പൗലോസ് ഇവിടെ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? അവരുടെ എല്ലാവരുടെയും ഉള്ളിൽ രക്ഷിക്കപ്പെട്ട സമയത്ത് ക്രിസ്തു ഉണ്ട്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവുണ്ട്. പക്ഷേ എന്താണ് ഇതിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ, ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ഉണ്ടെന്ന പൂർണ്ണ ബോധ്യത്തിൽ നാം ജീവിക്കണം, അല്ലെങ്കിൽ ക്രിസ്തുവിന് പ്രസാദകരമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കണം. ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ഉണ്ടെന്ന പൂർണ്ണ ബോധ്യത്തിൽ നാം ജീവിക്കണം. പലപ്പോഴും ക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ട്, ആ ഒരു ബോധ്യം, ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമ്മുടെ ഉള്ളിലുണ്ട് എന്ന ബോധ്യം പലപ്പോഴും ഇല്ലാതെയാണ് നാം ജീവിക്കുന്നത്. നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ, ചിന്തകൾ, ഇതൊക്കെ പലപ്പോഴും ക്രിസ്തുവിന് പ്രസാദകരമല്ലാത്ത നിലയിലാണ് നാം പല കാര്യങ്ങളും ചെയ്യുന്നത്. അത് ക്രിസ്തുവിനെതിരായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതാണ് പൗലോസ് ഈ പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെന്ന പൂർണ്ണ ബോധ്യത്തിൽ നിങ്ങൾ ഒരു വാക്ക് പറയുമ്പോൾ അത് ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ നിന്ന് കേൾക്കുന്നുണ്ടെന്ന പൂർണ്ണ ബോധ്യത്തിൽ, ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോൾ അത് ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടെന്ന ബോധ്യത്തിൽ, ഒരു ചിന്ത നമ്മുടെ മനസ്സിലൂടെ പോകുമ്പോൾ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമ്മുടെ ഉള്ളിലുണ്ടെന്ന പൂർണ്ണ ബോധ്യത്തിൽ ആ കാര്യങ്ങൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യണം എന്നതാണ് പൗലോസ് ഇവിടെ ആഗ്രഹിക്കുന്നത്. ഇത് തന്നെ ആയിരിക്കണം നമ്മുടെ വലിയ ആഗ്രഹവും വാഞ്ചയും എന്ന് പറയും. നമ്മുടെ പ്രാർത്ഥനകളിലും ഈ കാര്യങ്ങൾ ഉൾപ്പെടുത്തി വേണം നാം പ്രാർത്ഥിക്കാൻ. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന് വരം നൽകണം. നമ്മുടെ എല്ലാ ഹൃദയങ്ങളിൽ ക്രിസ്തു ഉണ്ട്, പക്ഷേ ആ ഉണ്ടെന്നുള്ള പൂർണ്ണ ബോധ്യത്തിൽ നാം ജീവിക്കണം. അത് നാം പ്രാർത്ഥനയിൽ നാം ദൈവത്തോട് യാചിക്കണം. ഇനി മൂന്നാമത്തെ പ്രയർ റിക്വസ്റ്റിലേക്ക് നമുക്ക് വരാം. അതും 17-ാം വാക്യത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്താ വായിക്കുന്നത്?
അതിൻ്റെ രണ്ടാം ഭാഗം, നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി ഇരിക്കണം. ഒന്ന്, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴണം, അല്ലെങ്കിൽ ക്രിസ്തു ഉണ്ടെന്നുള്ള പൂർണ്ണ ബോധ്യത്തിൽ നിങ്ങൾ ജീവിക്കണം. രണ്ട്, ഈ സ്നേഹമെന്ന് പറയുന്നത് ഏത് സ്നേഹമാണ്? ക്രിസ്തുവിൻ്റെ സ്നേഹം. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി നിൽക്കുക. എന്തിനാണ് പൗലോസ് ഇങ്ങനെ ഒരു വാചകം പറയുന്നത്? ഇനി താഴോട്ടുള്ള വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ സ്നേഹത്തെക്കുറിച്ച് ചില കാര്യങ്ങളാണ് തൻ്റെ പ്രാർത്ഥനയിൽ താൻ പറയുന്നത്. അപ്പോൾ എന്തിനാണ് പൗലോസ് ഇങ്ങനെ പറയുന്നത്? എപ്പോഴെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? എന്തായിരുന്നു എഫേസോസ് സഭയുടെ പ്രശ്നം? എഫേസോസ് സഭയുടെ ചരിത്രം അല്ലെങ്കിൽ പശ്ചാത്തലം എന്തായിരുന്നു? അത് നാം ഒന്ന് ചിന്തിച്ചാൽ എന്തിനാണ് പൗലോസ് ഈ കാര്യത്തിന് വളരെ ഊന്നൽ കൊടുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വെളിപ്പാട് പുസ്തകത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ സഭകൾക്കുള്ള ദൂത്, 7 സഭകൾക്കുള്ള ദൂതിനെ പറ്റി നമുക്കവിടെ കാണാൻ സാധിക്കും. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ എഫേസോസ് സഭയ്ക്കുള്ള ദൂതാണ് അവിടെ ദൈവാത്മാവ് കൊടുക്കുന്നത്. എഫേസോസ് സഭയെക്കുറിച്ച് അനേകം നല്ല കാര്യങ്ങൾ അവിടെ ദൈവാത്മാവ് പറയുന്നുണ്ട്. ഒന്നാമതായിട്ട്, ഞാൻ നിൻ്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും, കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും, അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാർ എന്ന് കണ്ടതും, ഇതെല്ലാം നല്ല കാര്യങ്ങളാണ് എഫേസോസ് സഭയെക്കുറിച്ച് ദൈവാത്മാവ് രേഖപ്പെടുത്തുന്നത്. 6-ാം വാക്യത്തിൽ, എങ്കിലും നിക്കോലാവ്യരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട്. അപ്പോൾ നന്മകളെല്ലാം ഇവിടെ പൗലോസ് ദൈവാത്മാവ് ചൂണ്ടിക്കാണിക്കുകയാണ്. അവർ കള്ള അപ്പോസ്തലന്മാരെയെല്ലാം അവരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ദുരുപദേശകരെയെല്ലാം അവരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളഞ്ഞു. പത്യോപദേശം അവർ വളരെ ശക്തമായിട്ട് കൈക്കൊണ്ടു. നിക്കോലാവ്യരുടെ നടപ്പിൽ നിന്ന് അവർ വഴിമാറി സഞ്ചരിച്ചു. അങ്ങനെയൊക്കെ നല്ല കാര്യങ്ങൾ അവരെക്കുറിച്ച് പൗലോസ് അല്ലെങ്കിൽ ദൈവാത്മാവ് പറയുന്നു. എന്നാൽ ഒരു കാര്യം അവിടെ ഒരു കുറ്റമായിട്ട്, കുറവായിട്ട് എഫേസോസ് സഭയെക്കുറിച്ച് ദൈവാത്മാവ് രേഖപ്പെടുത്തുന്നത് എന്താണത്? ആദ്യ സ്നേഹം. 4-ാം വാക്യം, വെളിപ്പാട് 2:4, എങ്കിലും നിൻ്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞ് എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. നോക്കുക, ഞാനിത് വായിച്ചപ്പോൾ ഏകദേശം ഇന്നത്തെ നമ്മുടെ സഭയുടെ അവസ്ഥ, സഭകളുടെ അവസ്ഥയും ഇത് തന്നെ അല്ലേ, ബ്രദറൻ സഭകളുടെ അവസ്ഥയും ഇത് തന്നെ അല്ലേ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. നമ്മൾ ഉപദേശങ്ങളെല്ലാം മുറുകെ പിടിക്കുന്നവരാണ്, അതിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല, നല്ല കാര്യമാണ്. ഇവിടെ ദൈവാത്മാവ് അത് എടുത്തു പറയുന്നുണ്ട്, എഫേസോസ് സഭയെക്കുറിച്ച് എടുത്തു പറയുന്നുണ്ട്. ഉപദേശങ്ങളൊന്നും അവർ വെള്ളം ചേർത്തില്ല, അതിലൊന്നും ഒരു വിട്ടുവീഴ്ചയും കാണിച്ചില്ല, അതിലൊന്നും ഒരു കോംപ്രമൈസും ചെയ്തില്ല. പക്ഷേ എന്തിൽ നിന്നാണ് വീണിരിക്കുന്നത്? ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു വലിയ കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. എന്നിട്ട് ദൈവാത്മാവ് പറയുകയാണ്, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക, അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിൻ്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. വലിയൊരു താക്കീതും ഒരു ശാസനയുമാണ് അവിടെ ദൈവാത്മാവ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് എഴുതിയിരിക്കുന്ന നമുക്കറിയാം, ആ 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിങ്കൽ, ഒരു പക്ഷേ AD 90 അടുപ്പിച്ച സമയത്ത് ആണ് യോഹന്നാൻ അപ്പോസ്തലൻ ഇത് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ പൗലോസിൻ്റെ കാലഘട്ടത്തിലും, അതായത് AD 50-നും 60-നും ഇടയിലാണ് പൗലോസ് ആ സഭകളൊക്കെ സന്ദർശിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തത്. അപ്പോൾ ആ കാലത്തും 50 വർഷം മുമ്പും എഫേസോസ് സഭയ്ക്ക് ഒരു പ്രശ്നമുണ്ടായിരുന്നു. എന്താണ്? സ്നേഹത്തിൽ വലിയ കുറവ് സംഭവിച്ചിരിക്കുന്നു. ഇന്നത്തെ കാലത്തും ഇത് വളരെ പ്രസക്തമായിരിക്കുന്ന കാര്യമാണ്. നമ്മളെല്ലാവരും ഉപദേശത്തിൽ ആഞ്ഞു പിടിക്കുന്നവരാണ്. അങ്ങനെ പിടിക്കുമ്പോൾ എന്ത് സംഭവിക്കും? പലപ്പോഴും സ്നേഹത്തിൽ കുറവ് സംഭവിക്കും. അന്യോന്യം സ്നേഹിക്കുവാൻ, ദൈവത്തെ സ്നേഹിക്കുവാൻ ആദ്യകാലത്തുണ്ടായിരുന്ന ആ സ്നേഹം അത് പ്രകടിപ്പിക്കുവാൻ, പ്രദർശിപ്പിക്കുവാനായിട്ട് നാം മറന്നു പോകുന്നു. അതുകൊണ്ടാണ് വാസ്തവത്തിൽ ഈ എഫേസ്യ ലേഖനമെന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ ലേഖനമാണ്. ഇത് പലപ്പോഴും നാം തിരിച്ചറിയാറില്ല, ചിന്തിക്കാറില്ല. നാം 1 കൊരിന്ത്യർ 13-ാം അധ്യായം സ്നേഹത്തിൻ്റെ അധ്യായം എന്ന് പറയും. എന്നാൽ സ്നേഹത്തിൻ്റെ ലേഖനം ഏതാണെന്ന് ചോദിച്ചാൽ അത് എഫേസ്യ ലേഖനമാണ്. അഗാപ്പേ എന്ന പദം, അഗാപ്പേ സ്നേഹം എന്ന പദം 19 തവണ
ഈ അധ്യായത്തിൽ മാത്രം, ഈ ലേഖനത്തിൽ പൗലോസ് ഉപയോഗിക്കുന്നത്. ഏറ്റവും കൂടുതൽ പൗലോസിൻ്റെ ലേഖനങ്ങളിൽ അഗാപ്പെ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഗ്രീക്ക് പദമാണ്. ഈ പദം ഏറ്റവും കൂടുതൽ ലേഖനങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ ലേഖനത്തിലാണ്. അപ്പോൾ ഇത് സ്നേഹത്തിൻ്റെ ലേഖനമാണ്. കാരണം ആദ്യ സ്നേഹത്തിൽ നിന്ന് ഇവർ വീണിരിക്കുന്നു. അത് വലിയൊരു കുറ്റമാണ് ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. അപ്പോൾ നാം ആദ്യ സ്നേഹം മുറുകെ പിടിക്കുന്നവരായിരിക്കണം. പത്യോപദേശം മുറുകെ പിടിക്കണം. അതേസമയം നാം സ്നേഹത്തിൽ വേരൂന്നിയിരിക്കണം. ക്രിസ്തുവിൻ്റെ സ്നേഹമായിരിക്കണം നമ്മുടെ വേരും അടിസ്ഥാനവും. ഇനി താഴോട്ട് വായിക്കുമ്പോൾ എങ്ങനെയാണ് വേരൂന്നിയിരിക്കാനായിട്ട് സാധിക്കുന്നത്? താഴോട്ട് വായിക്കുന്നത് എന്താണ്? നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി 18 വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിക്കണം. എങ്ങനെയാണിത് വേരൂന്നി ഇരിക്കേണ്ടത്? ഈ സ്നേഹത്തെക്കുറിച്ച് ആദ്യമായിട്ട് ഗ്രഹിക്കണം. ഈ സ്നേഹത്തെക്കുറിച്ച് മനസ്സിലാക്കണം. എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? സകല വിശുദ്ധന്മാരോട് ഒരുമിച്ച് ചേർന്ന്. നമ്മൾ വളരെ ശ്രദ്ധയോടെ നമ്മൾ ചിന്തിക്കേണ്ട പദപ്രയോഗങ്ങളാണ്. ഒറ്റയ്ക്കല്ല ഗ്രഹിക്കേണ്ടത്, സഭയായിട്ട്, കൂട്ടമായിട്ട്. അതാണ് ആ വാസ്തവത്തിൽ നാം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാം വിശ്വാസികൾ ഒന്ന് ചേർന്ന് ദൈവസ്നേഹത്തെക്കുറിച്ച് ഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? വേദപണ്ഡിതന്മാർ പറയുന്നത്, നമുക്കറിയാം ബൈബിളിലെ പല ഭാഗങ്ങളും വളരെ കഠിനമായ ഭാഗങ്ങളാണ്, വായിച്ച് മനസ്സിലാക്കുവാൻ പ്രയാസമുള്ള ഭാഗമാണ്. പത്രോസ് അപ്പോസ്തലന് പോലും പൗലോസിൻ്റെ ലേഖനങ്ങൾ പലതും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ആ പത്രോസിൻ്റെ ലേഖനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ വളരെ കഠിനമായിരിക്കുന്ന കാര്യങ്ങൾ ഒരുമിച്ച് ഗ്രഹിക്കുമ്പോൾ വിവിധ ആളുകൾക്ക് വിവിധ പ്രകാശനമാണ് ദൈവം നൽകുന്നത്. ആത്മപ്രകാശനം, ആത്മാവിൻ്റെ പ്രകാശനം വിവിധ നിലകളിലാണ് ദൈവം നൽകുന്നത്. അത് ദൈവത്തിൻ്റെ ഒരു ക്രമീകരണമാണ്. ഒരു വ്യക്തിക്ക് പൂർണ്ണമായ പ്രകാശനം ദൈവം നൽകുകയില്ല. അത് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യമാണ്. പലപ്പോഴും നമ്മൾ അല്പമൊക്കെ ബൈബിളൊക്കെ പഠിച്ച്, ബൈബിൾ കോളേജിൽ നിന്നൊക്കെ പഠിച്ചിറങ്ങുമ്പോൾ അല്പം നമുക്കൊരു ചിന്തയുണ്ട്. നമ്മളെല്ലാം തികഞ്ഞവരാണ്, ബൈബിളെല്ലാം അരച്ച് കലക്കി കുടിച്ചവരാണെന്നൊരു ചിന്ത. എന്നാൽ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, ഒരുപക്ഷെ യാതൊരു തിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത ചില ആളുകളായിരിക്കും വ്യക്തമായ നിലയിൽ ചില വേദഭാഗങ്ങൾ മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ ദൈവം അവർക്ക് പ്രകാശനം നൽകുന്നത്. അത് ദൈവത്തിൻ്റെ ഒരു ക്രമീകരണമാണ്. കാരണം നമ്മൾ ഒരു ശരീരമായിട്ട് ആരും അഹങ്കരിക്കാതെ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ഒരു ശരീരമായിട്ട് മുന്നോട്ട് പോകണം. നമ്മൾ കൃപാവരങ്ങളുടെ കാര്യം പഠിക്കുമ്പോഴും ഇത് തന്നെയല്ലേ നമ്മൾ കാണുന്നത്. എല്ലാവർക്കും എല്ലാ കൃപാവരങ്ങളും നൽകിയിട്ടില്ല. കാരണം ഒരു ശരീരത്തിൻ്റെ അവയവങ്ങളെന്ന നിലയിൽ വ്യത്യസ്ത കൃപാവരങ്ങളുള്ള ആളുകൾ ഒരുമിച്ച് ഐക്യതയോടെ പോകുമ്പോൾ അത് ദൈവനാമ മഹത്വത്തിന് കാരണമായി തീരും. ഇവിടെയും അതാണ് പറയുന്നത്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴവും വീതിയും ഒരു 4 ഡൈമെൻഷൻസാണ് ഇവിടെ പറയുന്നത്. അതെന്ത് ചെയ്യണം? വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോട് ഒത്ത് ഗ്രഹിക്കണം. ഇന്ന് നമ്മൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ ആഴ്ചകൾ, കഴിഞ്ഞ മാസങ്ങൾ, വർഷങ്ങളൊക്കെ വിവിധ വ്യത്യസ്തമായ ആളുകൾ വന്ന് ഇവിടെ പല ധ്യാന ചിന്തകൾ പറഞ്ഞപ്പോൾ അവർക്ക് ലഭിച്ചിരിക്കുന്ന പ്രകാശനം ആണ് അത് പങ്കുവയ്ക്കപ്പെടുന്നത്. ഇത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് നാം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകണം. ഇനി അതിൻ്റെ ആഴവും ആ സ്നേഹത്തിൻ്റെ വീതിയും നീളവും ആഴവും ഉയരവും എന്താണ്? വില്യം മക്ഡൊണാൾഡ് പറഞ്ഞിരിക്കുന്നത് സ്നേഹത്തിൻ്റെ ആഴം, അത് അദ്ദേഹത്തിൻ്റെ ഒരു നിഗമനത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സങ്കല്പത്തിൽ പറഞ്ഞ കാര്യമാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വീതിയും നീളവും ആഴവും ഉയരവും ഒന്നും അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ ഗ്രഹിക്കാനായിട്ട് കഴിയുകയില്ല. എങ്കിലും വില്യം മക്ഡൊണാൾഡ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വീതി എന്താണ്? ആ വീതി എന്ന് പറയുന്നത് അത് സർവ്വലോകവുമാണ്. സർവ്വലോകത്തിലേക്കും വ്യാപിക്കുന്നത്, അല്ലെങ്കിൽ മുഴുവൻ മാനവരാശിയിലേക്കും വ്യാപിക്കുന്നതാണ് ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്ന വാക്യം. യോഹന്നാൻ 3:16 അദ്ദേഹം കോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് പറയാൻ സാധിക്കും, സ്നേഹത്തിൻ്റെ വീതി എന്താണെന്ന് ചോദിച്ചാൽ മുഴുവൻ മാനവരാശി. ദൈവസ്നേഹത്തിൻ്റെ നീളം എന്താണ്? 1 കൊരിന്ത്യർ 13:8 സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല, ഇത് നിത്യതയോളം നീണ്ടു നിൽക്കുന്നതാണ്. സ്നേഹത്തിൻ്റെ നീളം നിത്യത, സ്നേഹത്തിൻ്റെ വീതി മുഴുവൻ മാനവരാശി. സ്നേഹത്തിൻ്റെ ആഴം എന്താണ്? ഈ ഒരു പാറ്റേണിൽ പറയാനായിട്ട് സാധിക്കും. സ്നേഹത്തിൻ്റെ ആഴം എന്താണ്? അതാണ് നാം എല്ലാ ഞായറാഴ്ചയും വന്ന് ചിന്തിക്കുന്ന കാര്യം.
ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളും ക്രൂശ് മരണവും. ഫിലിപ്പിയർ 2:8 നാം വായിക്കുന്നു, തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെ താൻ താഴ്ത്തി. അതിനപ്പുറം ഇനി താഴാനായിട്ട് ഒന്നുമില്ല. അത്രയും ആഴങ്ങളിലേക്ക് നമ്മെ സ്നേഹിക്കുവാൻ വേണ്ടി ക്രിസ്തു ഇറങ്ങിപ്പോയി. അപ്പോൾ സ്നേഹത്തിൻ്റെ ആഴം എന്ന് പറയുന്നത് ക്രൂശിലെ മരണമാണ്. ഇനി സ്നേഹത്തിൻ്റെ ഉയരമെന്ന് പറയുന്നതാണ്. സ്നേഹത്തിൻ്റെ ഉയരം അത് സ്വർഗമാണ്. ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ എഫേസ്യർ 2:6-7 തൻ്റെ കൃപയുടെ അത്യന്തധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ നമ്മളെ ഇരുത്തിയിരിക്കും. ഇപ്പോൾ തന്നെ ഇരുത്തിയിരിക്കുന്നു പറഞ്ഞ്. അപ്പോൾ സ്നേഹത്തിൻ്റെ ഉയരം, ആഴം എന്താണെന്ന് ചോദിച്ചാൽ ക്രൂശിലെ താഴ്ച. ഉയരം എന്താണെന്ന് ചോദിച്ചാൽ ആ സ്വർഗങ്ങളിലേക്ക് ദൈവം നമ്മളെ ഇരുത്തിയിരിക്കുകയാണ്. അതാണ് ഉയരമെന്ന് പറയുന്നത്. അപ്പോൾ സ്നേഹത്തിൻ്റെ വീതി, വ്യാപ്തി എന്ന് പറയുന്നത് മുഴുവൻ മാനവരാശിയിലേക്കും വ്യാപിക്കുന്നു. സ്നേഹത്തിൻ്റെ നീളം എന്ന് പറയുന്നത് അത് നിത്യതയാണ്. സ്നേഹത്തിൻ്റെ ആഴം എന്ന് പറയുന്നത് ക്രൂശിലെ താഴ്ചയാണ്. സ്നേഹത്തിൻ്റെ ഉയരമെന്ന് പറയുന്നത് സ്വർഗമാണ്. ഇതാണ് ദൈവസ്നേഹത്തെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ ഏറ്റവും ലളിതമായ കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇതാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ശ്രേഷ്ഠത എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. സകല വിശുദ്ധന്മാരോടുകൂടെ അത് ഗ്രഹിക്കണം. ഇനി നാലാമത്തെ ആ റിക്വസ്റ്റിലേക്ക് ഒന്ന് വേഗത്തിൽ പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നാലാമത്തെ പ്രാർത്ഥന റിക്വസ്റ്റ് എന്താണ്? പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ചെയ്യേണ്ടതിന്. ഒന്ന് ആദ്യം പറയുന്നു, നമ്മൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ വേരൂന്നിയിരിക്കണം. എന്നാൽ നാലാമത്തതും സമാനമായ ആ ഒരു ആവശ്യമാണ്. അദ്ദേഹം പറയുന്നു, പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാക്കി തീർക്കണം. പൗലോസിന് തന്നെ അറിയാം ഈ സ്നേഹമെന്ന് പറയുന്നത് പരിജ്ഞാനത്തെ കവിയുന്നതാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിക്ക് അതീതമായിരിക്കുന്ന കാര്യമാണ്. നമ്മുടെ പരിമിതമായ ആ റിസോഴ്സസ് കൊണ്ട് ഈ ബ്രെയിൻ കൊണ്ട് മനസ്സിലാക്കുവാൻ കഴിയുന്നതിനപ്പുറമാണ് ദൈവത്തിൻ്റെ സ്നേഹം. നമ്മൾ വായിക്കുന്നുണ്ട്, സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം. അതും അവിടെയും സിമിലറായിട്ടുള്ള ആ ഒരു ആശയമാണ് വരുന്നത്. അപ്പോൾ ഇവിടെ പരിജ്ഞാനത്തെ കവിയുന്ന, അതായത് ബുദ്ധിയെ കവിയുന്ന ദൈവത്തിൻ്റെ സ്നേഹം, ഇത് ഏതെങ്കിലും ഒരു നിലയിൽ, ഒരു പരിമിതമായ നിലയിലെങ്കിലും, അല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ കഴിയാവുന്നതിൻ്റെ മാക്സിമം അവർ മനസ്സിലാക്കണം. അവിടുത്തെ വിശ്വാസികൾ, ആ സഭ മനസ്സിലാക്കണമെന്ന് പൗലോസ് പറയുന്നു. അപ്പോൾ വളരെ സ്നേഹത്തെക്കുറിച്ച് നാം വളരെയധികം പഠിക്കേണ്ടതും ഗ്രഹിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. അഞ്ചാമത്തെയും അവസാനത്തെയും റിക്വസ്റ്റിലേക്ക്, ആവശ്യത്തിലേക്ക് കടക്കുകയാണ്. ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം, 19-ാം വാക്യം, ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണം എന്ന് പ്രാർത്ഥിക്കുന്നു. എന്താണ് ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, ദൈവത്തിന് പല സ്വഭാവ സവിശേഷതകളുണ്ട്. നമ്മൾ ബൈബിൾ കോളേജിൽ പഠിക്കുകയാണെങ്കിൽ തിയോളജിക്കൽ ടേംസിൽ പറഞ്ഞാൽ ദ ആട്രിബ്യൂട്ട്സ് ഓഫ് ഗോഡ് എന്ന് പറയും. ദൈവത്തിൻ്റെ സ്വഭാവ ശ്രേഷ്ഠതകൾ. ഈ ആട്രിബ്യൂട്ട്സിൽ തന്നെ 2 ഘടകങ്ങളുണ്ട്. അങ്ങനെ ഒരു കോഴ്സ് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്തൊക്കെയാണ് 2 ഘടകങ്ങൾ? പകർന്ന് നൽകപ്പെടാൻ കഴിയാത്ത സ്വഭാവ ശ്രേഷ്ഠതകളുണ്ട്. അത് കഴിഞ്ഞ് പകർന്ന് നൽകപ്പെടുവാൻ കഴിയുന്ന സ്വഭാവ ശ്രേഷ്ഠതകൾ, ഇൻകമ്മ്യൂണിക്കബിൾ ആൻഡ് കമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ് എന്നാണ് അതിനെ പറയുന്നത്. എന്താണ് ഈ പകർന്ന് നൽകപ്പെടാൻ കഴിയാത്ത ശ്രേഷ്ഠതകൾ, സ്വഭാവ സവിശേഷതകൾ എന്ന് പറയുന്നത്? എന്താണ്? നമ്മൾ പൊതുവെ പറയുന്നത് ദൈവം സർവശക്തൻ, സർവ്വവ്യാപി, സർവജ്ഞാനിയാണ്. ഇനി അതുകൂടാതെ പലതും ഉണ്ട്. ഏതൊക്കെയാണ്? അവർ ഗോഡ് ഇസ് സോവറിൻ, അവൻ പരമാധികാരിയാണ്. വേറെ എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? അവർ ഗോഡ് ഈസ് ഇമ്മ്യൂട്ടബിൾ, ഒരിക്കലും മാറാത്തവനാണ്. ഇന്നും ഇന്നലെയും എന്നേക്കും അവൻ അനന്യനാണ്. ഹീ ഈസ് ഇമ്മ്യൂട്ടബിൾ. വീണ്ടും അനേക കാര്യങ്ങളുണ്ട്. ഹീ ഈസ് ഇൻഫാലിബിൾ. ദൈവത്തിന് ഒരിക്കലും തെറ്റുപറ്റുകയില്ല. അവൻ മാറാത്തവനാണ്, തെറ്റുപറ്റുവാൻ സാധിക്കാത്തവനാണ്. അവൻ നിത്യനാണ്, ആരംഭവും അവസാനവും ഇല്ലാത്തവനാണ്.
ഇതൊക്കെ ദൈവത്തിന് മാത്രമുള്ള ചില ആട്രിബ്യൂട്ട്സാണ്. ഇറ്റ്സ് ഇൻകമ്മ്യൂണിക്കബിൾ എന്ന് പറഞ്ഞാൽ അത് പകർന്നു നൽകപ്പെടാനായിട്ട് സാധിക്കില്ല. എന്നാൽ പകർന്നു നൽകപ്പെടാൻ കഴിയുന്ന അല്ലെങ്കിൽ പകർന്ന് കൊടുക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ വിശുദ്ധി, കൃപ, കരുണ, ദീർഘക്ഷമ, ദയ, പരോപകാരം, ഇന്ദ്രിയജയം. നമ്മൾ ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മിൽ നിറഞ്ഞു വരണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അപ്പോൾ ആ കമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ്, പകർന്നു നൽകപ്പെടാൻ സാധിക്കുന്ന ആട്രിബ്യൂട്ട്സ്, അതിൽ നമ്മൾ നിറഞ്ഞു വരണം. ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ എല്ലാം അങ്ങ് നിറഞ്ഞാൽ നമ്മൾ ദൈവമായി പോകും, അത് സാധിക്കുകയില്ല. ചിലർ ഈ വാക്യം ഉപയോഗിച്ച് ദൈവത്തെ പോലെ നമുക്കാകാൻ സാധിക്കുമെന്നൊക്കെ പറയുന്നവരുണ്ട്. എന്നാൽ ഇവിടെ അതല്ല ഉദ്ദേശിക്കുന്നത്. പകർന്നു നൽകപ്പെടുവാൻ സാധിക്കുന്ന കഴിവുകൾ, ആ സ്വഭാവ സവിശേഷതകളിൽ നാം നിറഞ്ഞു വരണം. ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നാം നിറഞ്ഞു വരണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അപ്പോൾ അനുഗ്രഹീതമായ 5 ആവശ്യങ്ങൾ, ആത്മീയ ആവശ്യങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒന്ന്, അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. ഇതൊരിക്കലും മറന്നു പോകരുത്. നമ്മുടെ പ്രാർത്ഥനകളിൽ നാം ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളാണ്. പലപ്പോഴും ഭൗതിക ആവശ്യങ്ങളാണ് നാം പലപ്പോഴും പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുന്നത്. അതിനാണ് പ്രാധാന്യം, മുൻതൂക്കം കൊടുക്കുന്നത്. ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കരുതെന്നല്ല ഞാൻ പറയുന്നത്, എന്നെ തെറ്റിദ്ധരിക്കരുത്. അനേക വാക്യങ്ങൾ അതിനോടനുബന്ധിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അന്നുള്ള ആഹാരം, വസ്ത്രം, അതിനൊക്കെ വേണ്ടി നാം പ്രാർത്ഥിക്കണം. എന്നാൽ അതിനേക്കാൾ പ്രാധാന്യം നാം നൽകേണ്ടത് എന്തിനാണ്? നമ്മുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച കാര്യങ്ങളാണ്. നമ്മുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് നാം ശക്തിയോടെ ബലപ്പെടണം. ക്രിസ്തു വിശ്വാസത്തിൽ നമ്മുടെ ഹൃദയങ്ങളിൽ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യ ബോധത്തിൽ നാം ജീവിക്കണം. സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി ഇരിക്കണം. പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നാം അറിയണം. 5-മതായിട്ട് ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം, അതായത് ദൈവത്തിൻ്റെ പകർന്നു നൽകപ്പെടാൻ കഴിയുന്ന ഗുണങ്ങളിൽ നാം നിറഞ്ഞു വരണം. ഇതാണ് പൗലോസ് എഫേസോസ് സഭയെക്കുറിച്ച് ആഗ്രഹിച്ചത്. നാമും ഇതുതന്നെയാണ് ആയിരിക്കണം നമ്മുടെ ആഗ്രഹവും പ്രാർത്ഥനയും. അതിനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ദൈവജന കേൾവിയുടെ മുമ്പാകെ നമുക്ക് ഈ രാത്രി ആയിരിക്കാൻ ദൈവം സഹായിച്ചു. പ്രാർത്ഥനയെ സംബന്ധിച്ചുള്ള ഒരു വ്യത്യസ്ത മുഖം നമുക്ക് ദൈവവചനത്തിലൂടെ വരച്ച് കാണിക്കുവാൻ ദൈവദാസനിലൂടെ ദൈവം ഇടയാക്കിയല്ലോ. പ്രാർത്ഥന എന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാവുന്നവരാണെങ്കിൽ പോലും അതിനിങ്ങനെയും ഒരു തലമുണ്ടെന്നുള്ളത് ദൈവം നമ്മെ കേൾപ്പിക്കാനിടയായി. കാരാഗൃഹത്തിൽ കഴിയുന്ന പൗലോസ് ന്യായമായിട്ട് പ്രാർത്ഥിക്കേണ്ടത് ദൈവമേ എത്രയും വേഗം എന്നെ ഇവിടുന്ന് മോചിപ്പിക്കണമേ എന്നാണ്. അത് പ്രാർത്ഥിച്ചു ഇല്ലേ എന്നുള്ളത് നമുക്കറിയില്ലെങ്കിലും താൻ അവിടെ കിടന്ന് പ്രാർത്ഥിച്ച വിഷയങ്ങൾ നാം ചിന്തിക്കുകയായിരുന്നു. തൻ്റെ ആത്മീയ മനുഷ്യൻ, തൻ്റെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുവാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു വ്യക്തിത്വം അല്ലെങ്കിൽ ഒരു വ്യക്തി, ഒരു മനുഷ്യൻ തൻ്റെ ആത്മീയ ജീവിതം ശരിയാകുന്നതിലൂടെ ബാക്കി എല്ലാ വിഷയങ്ങൾക്കും പരിഹാരമുണ്ടാകുകയാണ്. എന്നാൽ ഇന്ന് സംഭവിക്കുന്ന നേരെ തിരിച്ചാണ്. മറ്റ് പുറമേയുള്ള കാര്യങ്ങൾ തരപ്പെടുത്താൻ വേണ്ടി ധൃതി കൂട്ടുന്ന വേളയിൽ നമ്മുടെ അകത്തെ മനുഷ്യനെ പരിഗണിക്കാതെ പോകുകയാണ്. അതുകൊണ്ട് രണ്ടിനും ഒരു പരിഹാരം കാണാതെ വരുന്നു. അങ്ങനെ വരാതിരിക്കുവാൻ ദൈവം സഹായിക്കട്ടെ. മുൻതൂക്കവും പ്രാധാന്യവും നമ്മുടെ ആത്മീയ വിഷയത്തിനും ആത്മീയ മനുഷ്യനും നൽകുവാൻ തക്കവണ്ണം ദൈവവചനം ആവശ്യപ്പെടുന്നത് പോലെ നമുക്ക് ശ്രമിക്കാം. അങ്ങനെ നല്ലൊരു ആത്മീയ ജീവിതം പടുതുയർത്തുവാൻ നമുക്ക് ഇടയായി തീരട്ടെ. ദൈവമഹത്വത്തിന് ഒത്തവണ്ണം അകത്തെ മനുഷ്യൻ ബലപ്പെടാനും കർത്താവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു എന്നുള്ള തികഞ്ഞ ബോധ്യത്തിൽ ജീവിക്കുവാനും ദൈവസ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെടാനും ദൈവ പരിജ്ഞാനത്തെ കവിയുന്ന ദൈവസ്നേഹത്തെ അറിയുവാനും ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരുവാനും പൗലോസ് പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് വ്യക്തിപരമായിട്ടും നമ്മുടെ കുടുംബത്തിനും വേണ്ടിയും നമ്മുടെ സഭയ്ക്കും വേണ്ടിയും പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. വചനം ശുശ്രൂഷിച്ച കർത്താവിൻ്റെ ദാസനോടുള്ള നന്ദിയെ TBFൻ്റെ പേരിൽ അറിയിക്കുന്നു. കടന്നു വന്ന എല്ലാവരോടുള്ള നന്ദിയും സ്നേഹത്തെ അറിയിക്കുന്നു. ഈ എളിയ ശുശ്രൂഷയിൽ നിങ്ങൾ കടന്നു വന്ന് സംബന്ധിക്കുന്നത് ഞങ്ങൾക്കൊരു വലിയ പ്രോത്സാഹനമായിട്ടിരിക്കുന്നു. തുടർന്നും വിലയേറിയ പ്രാർത്ഥനയെ ഈ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ദൈവഹിത പ്രകാരം ഇത് മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ടല്ലോ. നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിക്കുന്നു. ഇപ്പോൾ
നമുക്ക് പ്രാർത്ഥിച്ച് യോഗം അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ടല്ലോ. പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി പേറുക്കട സഭയിൽ നിന്നും കടന്നു വന്ന പ്രിയ ജേക്കബങ്ങളെ ക്ഷണിക്കുന്നു. അങ്ങളും കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ യോഗം അവസാനിപ്പിക്കുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ സന്ധ്യാസമയം കർത്താവേ, ഞങ്ങൾക്ക് നന്ദിനായി സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകളും കർത്താവേ, നല്ല വചനത്താൽ ഞങ്ങളെ നിറച്ചതിനായി സ്തുതിക്കുന്ന കർത്താവേ, അനേകർക്ക് ലഭിക്കാത്ത ഈ നല്ല അവസരം കർത്താവെ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഒരുക്കി തന്നിരിക്കുന്നതിനായി സ്തോത്രം. കർത്താവെ, വചനത്തിൽ ഞങ്ങൾ കേൾപ്പാനും പൗലോസിനോട് ചേർന്ന് കർത്താവെ ആ പ്രാർത്ഥനയിൽ പങ്കുകാരാകുവാനും തക്കണം ഞങ്ങളെ സഹായിക്കണമേ. കർത്താവായ യേശുവെ, അവൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം ആത്മാവിൽ ഞങ്ങളുടെ അകത്തെ മനുഷ്യൻ ബലപ്പെട്ട് ക്രിസ്തു ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഭവനം പണിഞ്ഞ് കർത്താവെ അവിടുത്തെ സ്നേഹത്തെ ഞങ്ങൾ തിരിച്ചറിഞ്ഞ് പരിജ്ഞാനത്തെ കവിയുന്ന സ്നേഹത്തെ ഞങ്ങൾ അതിൽ അടിസ്ഥാനപ്പെട്ടവരായിട്ട് കർത്താവെ നിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞവരായി ജീവിപ്പാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങളെ അധികമായിട്ട് കർത്താവ് സഹായിക്കണമേ. ഓരോ ദിവസവും കർത്താവെ ഞങ്ങളിലുള്ള ആ ക്രിസ്തുവിൻ്റെ അളവ് കൂടി വരുവാനും ഞങ്ങൾ കർത്താവെ നിന്നോട് അനുരൂപപ്പെടുവാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങളെ സഹായിച്ച് അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് തരുന്ന ഈ നല്ല സമയങ്ങൾക്കായി സ്തോത്രം, നല്ല വചനങ്ങൾക്കായി സ്തുതിക്കുന്നു കർത്താവെ. അധികമായിട്ട് കർത്താവെ നിന്റെ വചനത്താൽ ഞങ്ങൾ രൂപാന്തരപ്പെടുവാനും ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ കർത്താവെ ഇതെല്ലാം കർത്താവെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആ ജീവിതത്തിൻ്റെ ആ ശൈലിയായി മാറുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെ കർത്താവെ ഞങ്ങൾ നിൻ്റെ സാക്ഷ്യമായിട്ട് ഞങ്ങൾ ആയിരിക്കുന്ന ദേശങ്ങളിലും ഞങ്ങൾ ആയിരിക്കുന്ന സ്ഥലങ്ങളിലും കർത്താവെ നിൻ്റെ സാക്ഷികളായിട്ട് നിൽപ്പാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണം. ഞങ്ങളെ കാണുന്നവർ ക്രിസ്തുവിനെ കാണുവാൻ തക്കവണ്ണം ഞങ്ങളുടെ സംസാരം, ഞങ്ങളുടെ ചിന്ത, ഞങ്ങളുടെ നോട്ടം, ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം കർത്താവെ നിന്നോട് ഏകീഭവിച്ച് കർത്താവെ നിന്നോട് ഒന്നായി ചേരുവാൻ തക്കണം കർത്താവ് സഹായിക്കണം. അങ്ങനെ കർത്താവെ ഞങ്ങൾ ആത്മാവിൽ ശക്തിയുള്ളവരായിട്ട് കർത്താവിൻ്റെ ആ പുനരുദ്ധാന ശക്തി ഞങ്ങൾ എപ്പോഴും വ്യാപരിച്ച് കർത്താവിനെ ഞങ്ങൾ അനുകരിക്കുന്ന ആ നല്ല മക്കളായി ജീവിപ്പാൻ തക്കണം കർത്താവ് ഞങ്ങളെ സഹായിക്കണം. കർത്താവ് ഈ ദേശത്ത് കർത്താവ് ഒരുക്കിയിരിക്കുന്ന ഈ ഒരു കൂട്ടായ്മയ്ക്കായിട്ട് നന്ദി കർത്താവെ. TBFനെ അനുഗ്രഹിക്കണമേ കർത്താവെ. അനേകർക്ക് കർത്താവിൻ്റെ വചനം കേൾപ്പാനും കർത്താവെ സുവിശേഷം കേട്ട് കർത്താവെ നിന്നെ അനുഗമിപ്പാനും തക്കവണ്ണം കർത്താവ് കൃപയരണം. കർത്താവ് ഇവിടെ ഓരോ സമയങ്ങളിൽ വന്ന് വചനം തരുന്ന എല്ലാ ദാസന്മാരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതിൽ കൂടെ എല്ലാം കർത്താവെ നിൻ്റെ ഭക്ഷണം ഞങ്ങൾക്ക് അധികമായിട്ട് നൽകുന്നതിനായി സ്തോത്രം. നിന്നെ ദിനംതോറും കർത്താവെ ഞങ്ങൾക്ക് ആസ്വദിപ്പാൻ തക്കവണ്ണം കർത്താവ് ഒരുക്കി തരുന്ന എല്ലാ നന്മകൾക്കായിട്ട് നന്ദി വരേറ്റുന്നു. കർത്താവെ സന്ധ്യാസമയത്തിനായി സ്തോത്രം. ഇന്നിവിടെ സന്നിധരായിരിക്കുന്ന എല്ലാവരെയും കരങ്ങൾ സമർപ്പിക്കുന്നു. എല്ലാവരുടെ ആവശ്യഭാരങ്ങൾ കർത്താവ് സഹായിക്കണം, അനുഗ്രഹിക്കണം. കർത്താവെ രോഗികളായിട്ടുള്ളവരുണ്ട്, പലവിധമായ കഷ്ടങ്ങളും പ്രയാസങ്ങളൂടെ കടന്നു പോകുന്നവരുണ്ട്. കർത്താവെ ഈ സ്ഥലത്ത് അനേക രോഗികൾ വസിക്കുന്ന ഒരു സ്ഥലമാണ്. കർത്താവെ മെഡിക്കൽ കോളേജിലൊക്കെ എത്രയോ പേർ കർത്താവെ രോഗത്തിൻ്റെ പ്രയാസത്താലും കർത്താവെ സാമ്പത്തികമായ കഷ്ടത്തിലും ഒക്കെ അനുഭവപ്പെട്ട് കർത്താവെ കഷ്ടവും ദുരിതവും എല്ലാം അനുഭവിക്കുന്നു. അവരുടെ മധ്യത്തെ കർത്താവെ നിൻ്റെ ആശ്വാസത്തിൽ പകരുവാൻ തക്കവണ്ണം കർത്താവെ നിൻ്റെ കരങ്ങൾ നീട്ടുവാൻ തക്കവണ്ണം കർത്താവെ അവിടുന്ന് ഈ TBFിൽ കൂടെ എല്ലാം കർത്താവ് അനുഗ്രഹിക്കണമേ. ഇതിൻ്റെ പിമ്പിൽ പ്രവർത്തിക്കുന്ന എല്ലാ ദേവദാസന്മാരെയും കർത്താവ് അനുഗ്രഹിക്കണം. അധികമായിട്ട് കർത്താവ് ഈ ദേശത്ത് കർത്താവിൻ്റെ മഹത്വത്തെ ശക്തിയോടെ കർത്താവെ പ്രഖ്യാപിപ്പാൻ തക്കണം കർത്താവ് കൃപയരണം. അങ്ങനെ കർത്താവ് മഹത്വം എടുക്കണം. കർത്താവിൻ്റെ ആ രാജ്യം കർത്താവെ അവിടുത്തെ രാജ്യത്തിനായി കാത്തിരിപ്പാൻ തക്കവണ്ണം അതിനൊരുക്കമുള്ളവരായിരിക്കാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങളെ അധികമായിട്ട് സഹായിച്ച് അനുഗ്രഹിക്കണം. ഈ നല്ല സന്ധ്യാസമയത്തിനായിട്ട് ഒരിക്കൽ കൂടി നന്ദി കരയറ്റുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകലതും യേശുക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹവും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും എപ്പോഴും നമ്മളോട് ഉണ്ടായിരിക്കുമാറട്ടെ.